നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ PM കിസാൻ സമ്മാൻ നിധി 21ാമത്തെ 2000 രൂപ എത്തി. ഒരു വർഷത്തിൽ 3 വട്ടം കൊടുക്കുന്ന ഇതിന് 3 പ്രധാന അറിയിപ്പുകളാണ് ഇതിലൂടെ പറയുന്നത്. വാസ്തവത്തിൽ കൃഷിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഇത്, അതായത് കേന്ദ്ര ഗവൺമെൻറ് PM കിസാൻ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കിസാൻ ജനകീയ സംഭവമായ ഏതാണ്ട് കേരളത്തിൽ 23 ലക്ഷം ആൾക്കാർക്കാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ പ്രയോജനം പുതുതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സംവിധാനത്തിലൂടെ ഇത് ഒരുക്കി തരുന്നുണ്ട്. അവർക്ക് വേണ്ടി കിസാൻ സമ്മാന പദ്ധതിയുടെ വെബ്സൈറ്റ് വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അതിനുള്ള അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സെൻറ്ററിലോ ചെന്ന് സമീപിച്ചാൽ അവർ വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യും. കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2018-19 ഭൂമിയുള്ളവർക്ക്, അതിനു മുമ്പ് ഭൂമിയുള്ളവർക്കുമാണ് ഇത് കൊടുക്കേണ്ടത്. ഒപ്പം ആധാറിൻ്റെ ഡീറ്റെയിലും അതിനായി ഈ വർഷം കരമടച്ച റെസീറ്റ്, അതായത് 2025 കരമടച്ച റെസീറ്റും ഇതിന് ഹാജരാക്കണം. റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റൂ. അവർക്ക് 2-3 അപേക്ഷ കൊടുത്താൽ അത് റിജക്റ്റ് ചെയ്യും. മുമ്പ് അങ്ങനെ വാങ്ങിച്ചവർ അവർ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അക്ഷയ സെൻറ്ററിലോ ഓൺലൈൻ സെൻറ്ററിലോ പോകുമ്പോൾ OTP വരാനുള്ള ഒരു മൊബൈൽ, ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ ഉൾപ്പെടെ കൊണ്ടുപോകണമെന്ന് വരും. അതുപോലെ ഒരു OTP വരും. അത് OTP വരുമ്പോൾ ആ സെൻറ്ററിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കൂടാതെ മുമ്പ് 20 തവണ മേടിച്ചവർക്ക് ഇപ്പോൾ വീണ്ടും അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്നൊരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നു. ആ കാർഡ് ഉൾപ്പെടെ കൊടുത്തെങ്കിൽ മാത്രമേ ഇനി 21 തവണ കിട്ടൂ. അതിനായി മുമ്പ് എടുത്തവർ അതൊന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ മുമ്പ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ അതിനുള്ള അവസരവും ഇപ്പോഴുണ്ട്. കൂടാതെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിളാണ്. ആരെങ്കിലും ഇത് സറണ്ടർ ചെയ്തവർക്കും ഇത് വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ഇപ്പോൾ ഉണ്ട്. എന്തായാലും കൃഷിക്കാർക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വർഷത്തിൽ 6000 രൂപയാണ് ഓരോ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത്. അവരത് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. വന്നാൽ ഈ 2000 രൂപ വെച്ച് വന്നാൽ അത് ഉടനെ മൊബൈലിൽ നമുക്ക് അറിയുകയും ചെയ്യാം, മെസ്സേജ് വരും. ഇങ്ങനെ ഓരോ സമയത്ത് 2000 രൂപ വരുമ്പോൾ അവർ വളരെ സന്തോഷത്തോടാണ് പെരുമാറുന്നത്. ഇങ്ങനെ കൃഷിയിടങ്ങളിൽ കാട് പിടിച്ച് കിടക്കാതെ വളരെ പ്രത്യാശയോടെ കർഷകർ കൃഷി ഇറക്കിയാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് വീണ്ടും കൂടുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സമീപനത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ കൊടുക്കാൻ കാര്യം. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ കൃഷി എന്ന സമ്പത്ത് നല്ല രീതിയിൽ വളർന്നെങ്കിൽ മാത്രമേ രാജ്യത്തിന് വികസിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കിസാൻ സമ്മാന പദ്ധതി നിങ്ങൾക്ക് അർഹതയുണ്ടോ എങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും.